ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സമൂഹത്തിന്റെ കൂട്ടായ പുരോഗതിയിൽ വൈയക്തിക മൂല്യങ്ങൾ വളരെയേറെ സംഭാവന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യത്വത്തെയും സാഹോദര്യത്തെയും ശ്രീനാരായണ ഗുരു ലോകത്തിന് കാട്ടിക്കൊടുത്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 93ാമത് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. മാർച്ച് 3 നടത്താൻ നിശ്ചയിച്ചിരുന്ന CBSE 10-12 ക്ലാസ് പരീക്ഷകളിൽ മാറ്റം. പുതുക്കിയ തീയതികൾ CBSE പ്രഖ്യാപിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. കനത്ത മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെയും വിമാന സർവീസുകളെയും ബാധിച്ചു. വാർത്തകൾ വിശദമായി. സമൂഹത്തിന്റെ കൂട്ടായ പുരോഗതിയിൽ വൈയക്തിക മൂല്യങ്ങൾ വളരെയേറെ സംഭാവന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക ക്ഷേമത്തിന് ഉദാര ചിന്താരീതികൾ ഏറെ പ്രധാനമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ വളർച്ചായാത്രയ്ക്ക് ആക്കം കൂട്ടിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വിവിധ മേഖലകളിൽ ഈ വർഷമുണ്ടായത്. 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയെ ലോകം ഇന്ന് പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. പുത്തൻ തലമുറ പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തുണ്ടായ അതിവേഗ പുരോഗതിയെ അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യത്വത്തെയും സാഹോദര്യത്തെയും ലോകത്തിന് കാട്ടിക്കൊടുത്ത യഥാർത്ഥ വിശ്വഗുരുവാണ് ശ്രീനാരായണ ഗുരുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള മഹാസമ്മേളനം മുഖ്യമന്ത്രി വർക്കലയിൽ ഉദ്ഘാടനം ചെയ്തു. ചാതുർവർണ്ണ്യ വ്യവസ്ഥ തകർക്കുക എന്ന സന്ദേശമാണ് അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ഗുരു പകർന്നു നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2026 വരവേൽക്കാനൊരുങ്ങി ലോകം. പുതുവർഷപ്പിറവിയിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. സംസ്ഥാനത്തുടനീളം പോലീസ് വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം നഗരത്തിലെ പുതുവത്സരാഘോഷ പരിപാടികളുടെ ഭാഗമായി 1200 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. പുതുവത്സരാഘോഷങ്ങൾ നടക്കുന്ന മാളുകൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ, റെസ്റ്റോറന്റുകൾ, ക്ലബ്ബുകൾ, ബീച്ചുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് പോലീസിന്റെ പ്രത്യേക നിരീക്ഷണം ഉണ്ടായിരിക്കും. പൊതുമദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം, ക്രമരഹിതമായ പെരുമാറ്റം, മദ്യപിച്ചുള്ള ബഹളങ്ങൾ എന്നിവ പോലീസ് പെട്രോളിംഗിലൂടെയും കർശന പരിശോധനയിലൂടെയും തടയും. കൂടാതെ മദ്യപിച്ച് വാഹനമോടിക്കുക, അശ്രദ്ധയോടെ വാഹനമോടിക്കുക, അമിതവേഗത, പ്രായപൂർത്തിയാകാത്തവരുടെ ഡ്രൈവിംഗ്, അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങിയവ തടയും. സ്ത്രീകളെയും കുട്ടികളെയും ശല്യം ചെയ്യുന്നവരെ നിരീക്ഷിക്കാനും പിടികൂടാനുമായി പുരുഷ വനിതാ മഫ്തി പോലീസ് ടീമുകളും ഉണ്ടാകും. DJ പാർട്ടികൾ സംഘടിപ്പിക്കുന്നതിന് പോലീസിൽ നിന്ന് അനുമതി വാങ്ങാൻ എല്ലാ ഹോട്ടലുകൾക്കും ക്ലബ്ബുകൾക്കും പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രധാന റോഡുകളിലും ഇടറോഡുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലെന്നും പാർക്കിങ്ങിനായി അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണെന്നും സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. രാത്രി 12:30 ഇൻഡോർ പരിപാടികൾ അവസാനിപ്പിക്കണമെന്നും പോലീസിന്റെ നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും വലിയ പുതുവത്സരാഘോഷം നടക്കുന്ന ഫോർട്ട് കൊച്ചിയിൽ ഉൾപ്പെടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ട്, വെളി ഗ്രൌണ്ട് പരിസരത്ത് പാർക്കിംഗ് നിരോധിക്കും. ഇന്നുച്ചയ്ക്ക് 2 ശേഷം ഈ ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. വൈപ്പിൻ ഭാഗത്തു നിന്നും റോറോ ജങ്കാർ വഴി ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ വൈകിട്ട് 4 വരെയും ആളുകളെ 7 വരെയും മാത്രമേ കടത്തിവിടുകയുള്ളൂ. തിരക്ക് കണക്കിലെടുത്ത് ബസ്സുകൾ പുലർച്ചെ 3 വരെയും മെട്രോ റെയിൽ പുലർച്ചെ 2 വരെയും വാട്ടർ മെട്രോ പുലർച്ചെ 4 വരെയും സർവീസ് നടത്തും. 2026 മാർച്ച് 3 നടത്താൻ നിശ്ചയിച്ചിരുന്ന CBSE 10-12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷകളിൽ മാറ്റം. പുതുക്കിയ തീയതികൾ CBSE പ്രഖ്യാപിച്ചു. മാർച്ച് 3 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 11 12ാം ക്ലാസ് പരീക്ഷ ഏപ്രിൽ 10 മാറ്റിയത്. ഭരണപരമായ കാരണങ്ങളാലാണ് തീയതികൾ പുനഃക്രമീകരിച്ചതെന്ന് ബോർഡ് അറിയിച്ചു. മറ്റു പരീക്ഷകളിൽ മാറ്റമില്ല. CBSE 10ാം ക്ലാസ് പരീക്ഷകൾ 2026 ഫെബ്രുവരി 17 ആരംഭിച്ച് മാർച്ച് 10 വരെയും 12ാം ക്ലാസ് പരീക്ഷകൾ ഫെബ്രുവരി 17 മുതൽ ഏപ്രിൽ 9 വരെയുമാണ് നടക്കുന്നത്. ഉത്തർപ്രദേശിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനുള്ള സമയക്രമം പരിഷ്കരിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരട് വോട്ടർ പട്ടിക ജനുവരി 6 പ്രസിദ്ധീകരിക്കുമെന്ന് UP ചീഫ് ഇലക്ടറൽ ഓഫീസർ നവ്ദീപ് റിൻവ പറഞ്ഞു. കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള സമയപരിധി ഫെബ്രുവരി 6 വരെ നീട്ടി. അന്തിമ വോട്ടർ പട്ടിക മാർച്ച് 6 പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെയാണ് സമർപ്പിക്കാൻ സാധിക്കുക. voters.eci.gov.in
ceo.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോകവേദിയിൽ ഇന്ത്യയുടെ വികസന വളർച്ചയുടെ നിർണായക അധ്യായമായിരുന്നു 2025. ഇന്ത്യയുടെ ഉൽപാദന മേഖലയിലെ കുതിപ്പിനെക്കുറിച്ചാണ് പരിഷ്കാരങ്ങളുടെ വർഷം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വ്യാവസായിക സാമ്പത്തിക വികസനത്തിൽ 7.8% വളർച്ച പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് രാജ്യം 2025 ഉയർന്നു. അതിവേഗം വളർച്ച പ്രാപിക്കുന്ന വിപണി, ആഗോള നിർമ്മാണ കേന്ദ്രം എന്നീ നിലയിലേക്ക് രാജ്യം മാറിയത് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ വർധനയ്ക്കും കാരണമായി. സൌരോർജ്ജ മേഖലയിൽ 100 ജിഗാവാട്ട് എന്ന ലക്ഷ്യം കൈവരിക്കാനും ഇക്കാലയളവിൽ സാധിച്ചു. വ്യോമയാന നിർമ്മാണ മേഖലയിലും രാജ്യം 2025 കുതിച്ചുചാട്ടമുണ്ടാക്കി. 25 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതിലൂടെ ഇലക്ട്രോണിക് മേഖലയും വലിയ സംഭാവനകളാണ് രാജ്യത്തിന് നൽകിയത്. GST നിരക്കുകൾ കേന്ദ്ര സർക്കാർ ഇക്കൊല്ലം പരിഷ്കരിച്ചതും നിർമ്മാണ മേഖലയ്ക്ക് ഏറെ ഗുണകരമായി. കേന്ദ്ര സർക്കാരിന്റെ 2026 കലണ്ടർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. 2047 വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ ദേശീയ യാത്രയിലെ സുപ്രധാന അധ്യായങ്ങൾ കലണ്ടർ അടയാളപ്പെടുത്തുന്നു. സമഗ്ര വളർച്ചയും ദീർഘകാല വികസനവും ലക്ഷ്യമിടുന്ന പരിഷ്കാരങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് ശ്രീ എൽ മുരുകൻ ചടങ്ങിൽ പറഞ്ഞു. 2025 പ്രധാനമന്ത്രിയുടെ ദേശീയ ബാലപുരസ്കാരം നേടി കേരളത്തിൽ നിന്നുള്ള 11 വയസ്സുകാരൻ പി മുഹമ്മദ് സിദാൻ. സമയോചിതമായ ഇടപെടലിലൂടെ 2 ജീവൻ രക്ഷിച്ച സിദാന്റെ ധൈര്യത്തിനും മനസാന്നിധ്യത്തിനുമുള്ള അംഗീകാരമായ ഈ പുരസ്കാരം ന്യൂഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. അവസരോചിതമായ ഇടപെടലിലൂടെ 2 കൂട്ടുകാരെ വൈദ്യുതാഘാതത്തിൽ നിന്ന് രക്ഷിച്ച മുഹമ്മദ് സിദാൻ തന്റെ സന്തോഷം ആകാശവാണി വാർത്തകളുമായി പങ്കുവയ്ക്കുന്നു. എന്റെ ഉമ്മ പറഞ്ഞു തന്നിരുന്ന ഒരവസരത്തിൽ ഇങ്ങനെ ഷോക്ക് അടിക്കുവാണെങ്കിൽ വടിയെടുത്തടിച്ചാൽ മതി. ഇന്ന് ആ സന്ദർഭത്തിൽ അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അത് ഉപയോഗപ്പെടുത്തി. ഇത് കാരണം എനിക്ക് പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും നേരിട്ട് കാണാനും അവരിൽ നിന്ന് അവാർഡ് സ്വീകരിക്കാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനുമുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ബീഹാർ, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മു കശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ മഴയ്ക്കും സാധ്യതയുണ്ട്. കിഴക്കൻ ലഡാക്കിൽ രാത്രി താപനില -15 ഡിഗ്രിയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ജമ്മു കശ്മീരിലെ ഗുൽമാർഗ്, തുലൈൽ വാലി ഉൾപ്പെടെയുള്ള ഉയർന്ന മേഖലകളിൽ മഞ്ഞുവീഴ്ചയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ഉയർന്ന പ്രദേശങ്ങളിലും ഇന്ന് മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നൈനിറ്റാൾ, ഹരിദ്വാർ, ഉധം സിംഗ് നഗർ ജില്ലകളിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി നൽകി. നൈനിറ്റാൾ, ചമ്പാവത്, പൌരി, ഡെറാഡൂൺ ജില്ലകളിലും 3 ദിവസം മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കനത്ത മൂടൽമഞ്ഞ് ട്രെയിൻ, വിമാന സർവീസുകളെയും ബാധിച്ചു. ഡൽഹിയിലേക്കുള്ള 50ലധികം ട്രെയിനുകൾ വൈകി ഓടുന്നതായി റെയിൽവേ അറിയിച്ചു. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള 148ഓളം വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. റീബുക്കിംഗ്, റീഫണ്ട് എന്നിവ സംബന്ധിച്ച സേവന മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാൻ സിവിൽ വ്യോമയാന മന്ത്രാലയം വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള പരീക്ഷാ പേ ചർച്ചയുടെ 9ാമത് പതിപ്പിനായുള്ള രജിസ്ട്രേഷൻ 3 കോടി കടന്നു. 6 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ജനുവരി 11 വരെ MyGov പ്ലാറ്റ്ഫോമിലൂടെ ഇതിനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരീക്ഷയുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷങ്ങൾ കുറച്ച് വിദ്യാർത്ഥികളിൽ ശുഭാപ്തി വിശ്വാസം ഉണർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ദോഹയിൽ നടന്ന ഫിഡെ വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ അർജുൻ എറിഗെയ്സിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അർജുന്റെ വിജയം യുവജനങ്ങൾക്കാകെ പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുവ എഴുത്തുകാരെ പ്രചോദിപ്പിക്കുന്നതിനുള്ള PM യുവ 3.0 മത്സരത്തിന്റെ ഫലങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രഖ്യാപിച്ചു. 22 ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷിലുമുള്ള 43 പുസ്തകങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിന്റെ കൂട്ടായ പുരോഗതിയിൽ വൈയക്തിക മൂല്യങ്ങൾ വളരെയേറെ സംഭാവന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യത്വത്തെയും സാഹോദര്യത്തെയും ശ്രീനാരായണ ഗുരു ലോകത്തിന് കാട്ടിക്കൊടുത്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 93ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. മാർച്ച് 3 നടത്താൻ നിശ്ചയിച്ചിരുന്ന CBSE 10-12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷകളിൽ മാറ്റം. പുതുക്കിയ തീയതികൾ CBSE പ്രഖ്യാപിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. കനത്ത മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെയും വിമാന സർവീസുകളെയും ബാധിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.